മാഷേ 2016 രോഹിത് വെമുല ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതുകയുണ്ടായി. വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ആത്മഹത്യാ കുറിപ്പായിരുന്നു. അതിലെ ഏതാനും ചില വരികൾ ഞാനൊന്ന് വായിക്കാം. The value of man was reduced to his immediate identity and nearest possibility, to a vote, to a number, to a thing. Never was a man treated as a mind, as a glorious thing made up of a stardust. In every field, in studies, in streets, in politics, and in dying and living. ആ ആത്മഹത്യക്കുറിപ്പ് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ഒരു ജാതിയെ അതിൽ എവിടെയും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം മറ്റാരുടെയും പേരുകൾ എൻ്റെ ആത്മഹത്യക്ക് കാരണമാണ് എന്ന് സൂചിപ്പിച്ചിട്ടില്ല. മൊത്തത്തിലൊരു സിസ്റ്റത്തെയാണ് അദ്ദേഹം അതിൽ വിമർശിക്കുന്നത്. സ്മൃതി ഇറാനി ഈ ആത്മഹത്യ നടന്ന സമയത്ത് ഒരു കമൻറ്റ് രേഖപ്പെടുത്തുകയുണ്ടായി. അത് ഇങ്ങനെയാണ്: രോഹിത് വെമുലയുടെ ശരീരം കേവലം ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് മാത്രം ഉപയോഗിക്കപ്പെടുന്നു, അതങ്ങനെ പെട്ടിരിക്കുന്നു എന്നാണ് എനിക്കിപ്പം താങ്കളോട് ചോദിക്കാനുള്ളത്. അല്ല, രോഹിത് വെമുല ഒരു സ്വപ്നജീവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിട്ട് മാറിത്തീരണം എന്നുള്ളത്. അതിനുവേണ്ടി നിരന്തരമായിട്ട് പഠനം നടത്തുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്ത അഗ്നിച്ചിറകുകളുള്ള ഒരു സ്വപ്നജീവിയായിട്ടാണ് ഞാൻ രോഹിത് വെമുലയെ കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങൾ കൊണ്ട് സ്വതന്ത്രമായിട്ടുള്ള രീതിയിലോ അതേപോലെ തന്നെ ആഹ്ലാദകരമായിട്ടുള്ള രീതിയിലോ പഠിക്കാനും മുന്നോട്ട് പോകാനുമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല. നമുക്കറിയാം, നമ്മുടെ സർവകലാശാലകൾ പല ഇടങ്ങളിലും വലിയ തരത്തിൽ ജാതി വിവേചനം കാത്തുസൂക്ഷിക്കുന്ന ഇടങ്ങളാണ്. അത് ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ശാപമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളത്തിലെ ഒരു വലിയ ദളിത് നേതാവായിരുന്നു നമ്മളുടെ കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന ഒരു എക്കണോമിസ്റ്റ് എം കുഞ്ഞാമൻ എന്ന് പറയും. ആ കുഞ്ഞാമൻ അവസാനം ആത്മഹത്യയാണ് ചെയ്തത്. കുഞ്ഞാമനും തൻ്റെ ചുറ്റുപാട് എന്ന് പറയുന്നത് അസഹനീയമായി തോന്നിയ സാഹചര്യത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം വളർന്നു വന്ന സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹം കൊച്ചായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയും അതേപോലെ തന്നെ കുടുംബക്കാരുമൊക്കെ ജോലി ചെയ്തിരുന്ന ജന്മയുടെ വീട്ടുകാർ അദ്ദേഹത്തിന് കുഴി കുത്തി അതിൻ്റെ അകത്ത് ഇല വെച്ച് ആ കുഴിയിലാണ്, അല്ലെങ്കിൽ കുഴിയിൽ വെച്ചിരിക്കുന്ന ഇലയിലാണ് കഞ്ഞി കൊടുത്തിരുന്നത്, കഞ്ഞി പാർന്നു കൊടുത്തിരുന്നത്. മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, അദ്ദേഹം അത് കഴിക്കും. അങ്ങനെ കഴിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു സദ്യയൊക്കെ നടന്ന സമയത്ത് അവിടുത്തെ ഈ എച്ചിൽ ഇലയിൽ നിന്ന് ആഹാരം കഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പട്ടിയുമായിട്ട് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നു. എത്രയോ ഭീകരവും പൈശാചികവുമായിട്ടുള്ള ഒരു ബാല്യമാണത്. പക്ഷെ അവിടെ നിന്ന് അതിനോട് അത്യുജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തിയാണ് അദ്ദേഹം ഇന്ത്യയിലെ പ്രമുഖനായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റായിട്ട് മാറിത്തീരുകയും അതേപോലെ തന്നെ UGCയിലെ അംഗമായി അദ്ദേഹം മാറിത്തീരുന്നുണ്ട്. എന്നുവെച്ചാൽ അത്ര പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിത്തീർന്നു എന്നുള്ളതാണ്. പൊതുവെ ദളിതുകൾക്ക് ഇന്ത്യയിലും അതുപോലെ കേരളത്തിലുമൊക്കെ വലിയ തരത്തിൽ സാമൂഹ്യ വിവേചനം ഏൽക്കേണ്ടതായി വന്നിരുന്നു എന്നുള്ളതാണ്. അതിന് സമാനമായിട്ടുള്ള ഒരു സാമൂഹ്യ വിവേചനത്തിൻ്റെ ഇരയാണ് രോഹിത് വെമുല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2016 മുതലുള്ള ആ കാലഘട്ടങ്ങളിലെ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നതായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ ഒരു തീപ്പൊരി ആയി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ദളിത് മൂവ്മെൻറ്റിൻ്റെ അംബേദ്കറിസ്റ്റുകളുടെ അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അദ്ദേഹം നിൽക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പോരാട്ട വീര്യത്തിൻ്റെ പ്രതീക ചിഹ്നമായിട്ട് രോഹിത് വെമുല മാറിയതുകൊണ്ടായിരിക്കാം സ്മൃതി ഇറാനി അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ ഒരു പൊളിറ്റിക്കൽ ടൂളായി എന്ന് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടുതൽ അതിനകത്ത് കൂടുതൽ അഗാധമായിട്ടുള്ള ഒരു ചിന്തയോ അഗാധമായിട്ടുള്ള ഒരു രാഷ്ട്രീയമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പുതിയ റിപ്പോർട്ട് വന്നല്ലോ, തെലങ്കാന പോലീസ് ഇദ്ദേഹം ഒരു ദളിതല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ദളിതല്ല, ഇദ്ദേഹം SC/STയിൽ വരുന്ന ഒരാളല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അതേപോലെ തന്നെ അച്ഛൻ്റെയും ഒക്കെ ജീവിത പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇതുവരെയും ചർച്ച ചെയ്തിരുന്നതും മനസ്സിലാക്കിയിരുന്നതും അവർ ദളിത് തന്നെയാണ് എന്നാണ്. അതിൽ വ്യത്യസ്തമായിട്ട് പറയാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഒരു ജാതി എന്ന് പറയുന്നത് വേറൊരു ജാതിയാണ് എന്ന് പറയുന്നുണ്ട്. അത് OBC വിഭാഗത്തിൽ വധേര വധേര എന്ന് പറയുന്ന ജാതി, അത്
OBC ആണ് എന്ന് ആണ് ഇപ്പോൾ ഗവേഷണം നടത്തി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം എന്താണ് അവരുടെ ജീവിത പശ്ചാത്തലം എന്ന് പറയും. വളരെ ദരിദ്രമായിട്ടുള്ള ജീവിത പശ്ചാത്തലമാണ്. വിവേചനം ഒരുപാട് അനുഭവിച്ച ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നാണ് വലിയൊരു സ്വപ്നം പോലെ യഥാർത്ഥത്തിൽ രോഹിത് വേമുല ഉയർന്നു വരികയും അദ്ദേഹം സെൻട്രൽ യൂണിവേഴ്സിറ്റി എത്തിച്ചേരുകയും ചെയ്ത്. അപ്പോൾ അങ്ങനെ അവിടെ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നതായ വിവേചനങ്ങളാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ജാതിയുടെ പ്രശ്നമൊന്നും അദ്ദേഹം അതിനകത്ത് എഴുതി വെച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യപ്പെടുന്ന വെച്ചാൽ ന്യൂനീകരിക്കപ്പെടുക, ഒരു വസ്തുവായിട്ട് ന്യൂനീകരിക്കപ്പെടുക, ഒരു വോട്ടായിട്ട് ന്യൂനീകരിക്കപ്പെടുക. ഒരിക്കലും അവൻ്റെ സൈക്കിനെ, അവൻ്റെ മനസ്സിനെ, അവനെ മഹാനായി മാറ്റി തീർക്കുന്നതായിട്ടുള്ള പ്രതിഭാസത്തെ വിലയിരുത്താനായിട്ട് നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രക്രിയയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അതിനോട് വിട പറയാൻ വേണ്ടി നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിൽ കഥയില്ല. നമ്മളതിനോട് പോരടിക്കുക, അതിനോട് യുദ്ധം ചെയ്യുക, അതിനെ മറികടക്കുക, അതിനെ കീഴ്പ്പെടുത്തുക, പരാജയപ്പെടുത്തുക. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യൻ എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള പദത്തെ പ്രജ്വലിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മെൻ ആൻഡ് സീ എന്ന് പറയുന്നതായിട്ടുള്ള പുസ്തകം, കടലും കിഴവിനും എന്ന് പറഞ്ഞ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആണ്. എന്താണ് ആ പുസ്തകം നൽകുന്ന സന്ദേശം? അസാധാരണമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് അതിൻ്റെ അകത്ത് നൽകുന്നത്. അതിൻ്റെ സെൻറ്റൻസ് തന്നെ, എൻ്റെ ഒരു വാചകം തന്നെ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ നശിപ്പിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യനെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുന്ന ഈ സന്ദേശം യഥാർത്ഥത്തിൽ എന്തിനാണ് നമ്മൾ ലോകത്തിന് മുന്നിൽ വെക്കുന്നത്? മനുഷ്യനെ പ്രചോദിപ്പിക്കാനായിട്ട്. ആ പ്രചോദനം ഏറ്റുവാങ്ങാനായിട്ട് എനിക്ക് തോന്നുന്നത് രോഹിത് വേമുലയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും പൊതിഞ്ഞു കെട്ടി ആത്മഹത്യയിൽ ഒടുങ്ങിയത്. പക്ഷെ അദ്ദേഹത്തെ ഈ ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചത് ഈ സമൂഹമാണ്. അതെ, അദ്ദേഹത്തെ മാത്രമല്ല, ആത്മഹത്യ എന്ന ആരെയും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന സമൂഹം തന്നെയാണ്. യാതൊരു പരിഗണനയില്ലാത്തൊരു ലോകം. ഈ രോഹിത് വേമുല എന്ന് പറയുന്ന മനുഷ്യനെ പരിഗണിക്കാൻ ഈ സമൂഹത്തിന് കഴിഞ്ഞില്ല. അവൻ്റെ ക്യാമ്പസിന് കഴിഞ്ഞില്ല, അവൻ്റെ സുഹൃത്തുക്കൾ കഴിഞ്ഞില്ല, അവൻ്റെ അധ്യാപകർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ ഒറ്റപ്പെടലിൻ്റെ, ഐസൊലേഷൻ്റെ അസാധാരണമായിട്ടുള്ള സമ്മർദ്ദത്തിൽപ്പെടുകയും അതിലൊടുങ്ങുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ സ്മൃതി ഇറാനി പറഞ്ഞതിൽ ഒരു വസ്തുതയുണ്ടല്ലേ മാഷേ? കാരണം അദ്ദേഹം മരിച്ചതിന് ശേഷം ഇങ്ങോട്ട് നിരവധി പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും രാജ്യത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നടന്നു. പക്ഷെ ഇതൊക്കെ വളരെ ജെനുവിനായിട്ട് നടന്ന പ്രതിഷേധങ്ങളാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേവലം ഒരു സ്വത്വ രാഷ്ട്രീയത്തെ മാത്രം ഉയർത്തിപ്പിടിക്കാനും അതിൽ നിന്ന് വിളവെടുപ്പ് നടത്തുവാനും വേണ്ടിയിട്ടുള്ള രീതിയിൽ മാത്രമായി പോയോ നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രതിഷേധങ്ങൾ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദളിത് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് മാത്രം ഈ വിഷയത്തെ ചുരുക്കി കാണുന്നതിനൊരു പ്രശ്നമില്ലേ? ശരിയാണ്. ദളിത് രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ, ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം അവരുടെ സത്വമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പോരാട്ടത്തിൻ്റെ പ്രശ്നമായിട്ട് വരുന്നത്. കാരണം അവർ വലിയ തരത്തിൽ പീഡനം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ദളിതർ എന്ന നിലക്ക് ക്ഷേത്രങ്ങളിൽ പോലും പ്രവേശിച്ച ചില ആളുകളുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവൻ ദളിതായിരിക്കുന്നതിൻ്റെ പേരിലാണ് അവനെ അങ്ങനെയുള്ള അനുഭവം ഉണ്ടായത് എന്നുള്ളതാണ് പ്രശ്നം. ദളിതുകൾ ഇതേപോലെ നിരന്തരമായിട്ട് നിരവധി പീഡനങ്ങൾക്ക് വിധേയമായത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ശരിക്കും. അപ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വത്വ രാഷ്ട്രീയത്തിലേക്ക് അവർ പോവുകയും അങ്ങനെയാണ് ഒരു ദളിത് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ രൂപപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് അംബേദ്കറിസം എന്ന് പറയുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഉയർന്നു വരികയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. അതിൻ്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് കൂടിയാണ് പിന്നീട് അത് ഇന്ത്യയിലെമ്പാടും ക്യാമ്പസുകളിൽ അതൊരു പ്രതിഷേധത്തിൻ്റെ കാറ്റായിട്ട് വീശിയടിച്ചത്. അപ്പോൾ ശരിയാണ്, അതിൽ സ്വത്വ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും അതിൻ്റെ കൂടെ നിന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ സമരം കുറച്ച് കഴിഞ്ഞപ്പോൾ മാഞ്ഞുപോയി എന്നുള്ളത് ശരിയാണ്. അത് നമ്മുടെ രാജ്യത്തെ ഏത് സമരങ്ങളുടെയും പ്രശ്നമാണ്. നമ്മളൊരു കോസിന് വേണ്ടി, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നവരെ തുടരാം. ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് നമ്മളെങ്ങും ഇറക്കി വെച്ച് പോയവരല്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ പലതരത്തിലുള്ളതായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തി. ചിലപ്പോൾ രക്തരൂഷിതമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തി, ചില സമയത്ത് വളരെ സമാധാനപൂർവ്വമായിട്ടുള്ള
സമരങ്ങൾ നടത്തി. പക്ഷേ ആ സമരങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. എന്നേ അത് അവസാനിച്ചുള്ളൂ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തേ അവസാനിച്ചുള്ളൂ. അത്തരത്തിലുള്ളൊരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പോരാട്ടങ്ങളായിട്ട് നമുക്ക് ഈ രോഹിത് വേമുലയുടെ മരണവുമായി ബന്ധപ്പെട്ടതിന് ശേഷം ക്യാമ്പസുകളിൽ ഉയർന്നു വന്ന സമരങ്ങളെ കണക്കാക്കാൻ പറ്റില്ല. എന്താണ് കണക്കാക്കാൻ പറ്റാത്തത്? അതിൻ്റെ അകത്ത് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമുണ്ട്. അതിനെ മുതലെടുക്കുന്നതിന് വേണ്ടിയുള്ള മുതലെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം അതിൽ കുട്ടി കലർന്നു കിടക്കുക. കേവലം BJP തോൽപ്പിക്കുക അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കുക എന്നുള്ള ഒരു ഒറ്റ കാഴ്ചപ്പാടിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയല്ല. അതിനൊരു വശം അങ്ങനെ ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ദത്താത്രേയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ BJP മാനാണ്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് പ്രതികളുമായ അപ്പറാവു ഒക്കെ BJP. അതെ. അപ്പോൾ അവരെല്ലാം ഒരുതരം BJP ഓറിയൻറ്റഡ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാനും വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ തടയാനും വന്ന ഒരു കാലഘട്ടം. ഈ സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ്, ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഇദ്ദേഹം അവിടെയുള്ള ABVP പ്രവർത്തകരുമായിട്ട് വല്ലാത്തൊരു സംഘർഷത്തിൽ ഏർപ്പെടുന്നതൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അതൊക്കെ ഇതിൻ്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്ത് വന്ന സംഭവങ്ങളായിരുന്നു. പക്ഷേ അവസാനം അത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ് പിന്നീട് ദളിത് മൂവ്മെൻറ്റ് അതിശക്തമായിട്ട് എല്ലാ ക്യാമ്പസുകളിലും ഉയർന്നു വരികയും അതിൻ്റെ ഒരു പ്രതിഷേധം ക്യാമ്പസുകളെ പിടിച്ചു കുലുക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമായിട്ടോ അദ്ദേഹം ദളിതാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ല. എന്താണ് ശരിക്കും ക്യാമ്പസുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും? എന്തിനാണ് കുട്ടികളുടെ അങ്ങനെയുള്ള വിവേചനം കാണിക്കുന്നത്? സർവകലാശാലകളിൽ മാത്രമാണ് നമുക്ക്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ ജാതിയും മതമൊക്കെ മാറ്റിവെച്ച് ഒന്ന് ഒരു മൾട്ടി കൾച്ചറലായിട്ടുള്ള സൊസൈറ്റിയെക്കുറിച്ച് സ്വപ്നം കാണാനായിട്ട് കഴിയുള്ളൂ. അല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് കൂടെ ചർച്ച ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം യൂണിവേഴ്സിറ്റികൾക്കെതിരെ പ്രതികരിച്ച, അവരുടെ മോശപ്പെട്ട പല നയങ്ങൾക്കെതിരെയും പ്രതികരിച്ച ഒരു വ്യക്തി കൂടിയാണ് രോഹിത് വെമുല. അപ്പം അതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് സസ്പെൻഷൻ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള, അപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റി അന്തരീക്ഷകം ഏത് രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ കൃത്യമായ ഒരു നല്ല പൊളിറ്റിക്സ് കാഴ്ച വയ്ക്കുന്നില്ല എന്ന് രോഹിത് വെമുലയ്ക്ക് തന്നെ പരാതി ഉണ്ടായിരുന്നു. അതെ, വിദ്യാർത്ഥികൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവരെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ടുള്ള സ്വതന്ത്രമായ ഒരു ആകാശം, സ്വതന്ത്രമായൊരു ഭൂമി, അതൊരു സ്വപ്നം കാണുന്നുണ്ട്. മറ്റ് പലയിടങ്ങളിൽ ആളുകൾ സ്വപ്നം കാണുന്നത് വ്യത്യസ്തമാണ് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ സർവകലാശാലകളുടെ സ്വപ്നങ്ങൾ. കാരണം ലോകത്തെ മാറ്റിമറിച്ച എല്ലാ ചലനങ്ങളുടെയും പിന്നിൽ വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധ ശബ്ദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഫ്രാൻസിൽ നടന്ന വിദ്യാർത്ഥി കലാപം പോലും ലോകത്തിനാകെ മാതൃകയാകുകയും മാറ്റത്തിന് മാതൃകയാക്കി ചെയ്തിട്ടുള്ളതാണ്. വിദ്യാർത്ഥികളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഏറ്റെടുക്കുക. അവിടെ വിദ്യാർത്ഥിക്ക് പോലും ഒരു ജാതി എന്ന് പറയുന്ന സാധനമില്ല, മനസ്സിലായി? അത് വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥികൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം, വിദ്യാർത്ഥിക്കൊരു പ്രശ്നം വന്നാൽ എല്ലാം ഒന്നാണ് എന്ന് പറയും. അവിടെ പിന്നെ ജാതിയിലെ രാഷ്ട്രീയമൊന്നുമില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു മൾട്ടി കൾച്ചറലിസത്തിൻ്റെ, മൾട്ടി പൊളിറ്റിക്സിൻ്റെ ഒരു രാഷ്ട്രീയമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മനുഷ്യനെ നിർമ്മിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന ചിന്തയുടെ ഒരു രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് തന്നെയാണ് രോഹിത് വേമുല നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. ഇവിടെ ശരിയായൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിലനിൽക്കുന്ന സിസ്റ്റം, ആ സിസ്റ്റത്തിനോടാണ് ഇപ്പോഴും അദ്ദേഹം യുദ്ധം ചെയ്തത്. ആ സിസ്റ്റം എന്ന് പറയുന്നത് വിവേചനപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സിസ്റ്റമാണ്. ഇവിടെ സ്വതന്ത്രനായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രസക്തിയും യാതൊരു വിധമായിട്ടുള്ള പരിഗണനയും ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു സിസ്റ്റം മുഴുവനുമായ രീതിയിൽ മോശമായ മനുഷ്യരെ നിർമ്മിക്കാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സിസ്റ്റത്തെ തിരുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ആ ചുമതല ഏറ്റെടുത്ത ഒരു ധീരനായിട്ടുള്ള പ്രവർത്തകനായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും. പക്ഷേ അദ്ദേഹം ഈ പറയുന്ന മാതിരി ഒരു ഫിക്കിൾ ഓഫ് മൂവ്മെൻറ്റ്, അതിൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ജീവൻ ഒടുക്കി എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം തെലങ്കാന പോലീസിൻ്റെ ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹം ദളിതനല്ല, അവരൊരു ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ BJPക്ക് എന്തെങ്കിലും കളിയുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? കാരണം നേരത്തെ സുഷമ സ്വരാജ്, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഒരു ദളിതനല്ല, ഇദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് മുതലേ ഉണ്ടായി വന്നതാണ്. അത്തരം കാര്യങ്ങൾ തുടർന്നാണ് ഈ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുന്നതും തുടർന്ന്
കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വരുന്നതും. അപ്പം എന്ത് തോന്നുന്നത്, അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇതിൻ്റെ അകത്ത്? അല്ല, BJPയുടെ രാഷ്ട്രീയം ചിലപ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടാകും. പക്ഷെ കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷം അതിനിപ്പോൾ ഒരു പ്രസക്തിയില്ല. അങ്ങനെ പ്രസക്തി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ അന്വേഷണം വരികയും അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വരികയും ചെയ്യുന്ന സമയത്ത് അതിന് വീണ്ടും രാഷ്ട്രീയ മാനങ്ങളുണ്ടാകും, രാഷ്ട്രീയ നിറങ്ങളുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവാ. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇടയിൽ തെലങ്കാനയിൽ ഇതൊന്നും വലിയ കാര്യമായി ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവ വികാസമാണ്. BJP ഈ ദളിത് വിരുദ്ധ സമീപനമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും തെലങ്കാനയെ ബാധിക്കുക എന്നെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ BJP അതിനകത്തൊരു സ്റ്റാൻഡ് എടുക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇലക്ഷൻ വരുന്ന സമയത്ത് ഇലക്ഷനിൽ പ്രധാനപ്പെട്ട പരിപാടി എന്താണ്? ഇലക്ഷൻ എങ്ങനെ ജയിക്കുക എന്നുള്ളതാണ്. അതിന് എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഇത് എങ്ങനെ തങ്ങൾക്കെതിരായിട്ട് വരും അല്ലെങ്കിൽ അനുകൂലമായിട്ട് വരും? അത് രണ്ട് സാധ്യതകളുണ്ട്. മനസ്സിലായില്ലേ? ഈ വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് രോഹിത് വേമുല ഒരു വ്യാജ ദളിതനായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് BJPക്ക് ഗുണകരമാണ് എന്ന് തോന്നിയാൽ BJP അത് ഉപയോഗിക്കും. ഗുണകരമല്ലെങ്കിൽ BJP അത് വെറുതെ വിടാനാണെങ്കിൽ സാധ്യത. കാരണം അത് അല്ലാണ്ട് എന്ത് കാര്യം അതിൻ്റെ അതൊരു പ്രസക്തിയില്ല. പക്ഷേ നമ്മളുടെ ഒരു വിഷയം, നമ്മൾ പൊതുവെ മനുഷ്യ എന്ന നിലക്ക് പരിശോധിക്കുമ്പോൾ ഇത്തരം വിവേചനങ്ങൾ ക്യാമ്പസുകളിൽ ഉണ്ടാകാതിരിക്കുന്നതിന് ക്യാമ്പസുകളെ ആവശ്യമായിട്ടുള്ള തരത്തിൽ സ്ക്രൂട്ടിനി നടത്തേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ജാഗ്രത ക്യാമ്പസുകളിൽ ആവശ്യമാണ്. വിദ്യാർത്ഥികളുടെ സർവ്വവിധമായിട്ടുള്ള വികാസത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ക്യാമ്പസിലെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അങ്ങനെ മാറണമെന്നാണ്. അതിനുവേണ്ടിയുള്ളൊരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. അതെ അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഒരു ജാതിയുടെ പേരിലുള്ള മുതലെടുപ്പ് നമ്മളുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. രോഹിത് വെമുലയുടെ കാര്യത്തിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അതങ്ങനെ ആയിട്ടുണ്ട് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മരിച്ച് മണ്ണടിഞ്ഞ ഒരു വ്യക്തിയെ, രോഹിത് വെമുലയെ, ഈ ഒരു സാഹചര്യത്തിൽ ആക്ഷേപിക്കാൻ എന്തായാലും പുറപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണക്കുറിപ്പിലെ ഏതാനും വരികൾ കൂടി ഞാനൊന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. I love science, stars, nature, but then I loved people without knowing that people have long since divorced from nature. Our feelings are second-handed. Our love is constructed. Our beliefs colored. Our originality valid through artificial art. It has become truly difficult to love without getting hurt. നമസ്കാരം.